ആറ്റിങ്ങലിലേക്ക് പോകുമ്പോൾ ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ വിജയായ സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് തന്നെ UDF സ്ഥാനാർത്ഥിയാകുമ്പോൾ CPM-ൽ നിന്ന് കരുത്തനായ വി ജോയി രംഗത്തിറങ്ങുന്നു. ഒപ്പം കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് NDA-യുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ 38,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അടൂർ പ്രകാശ് നേടുകയും ചെയ്തിരിക്കുന്നത്. വി അരുൺ, വീണ്ടും അരുൺ, 2019-ൽ സമ്പത്തിന് കാലിടറിയ മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇതൊരു പ്രസ്റ്റീജ് മത്സരമാക്കി മാറ്റിക്കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് LDF. പ്രധാനമായിട്ടും ദേശീയ നേതാക്കൾ തന്നെ പ്രചാരണത്തിന് ഇറക്കാൻ വേണ്ടി NDA എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കഴിഞ്ഞ തവണത്തെ ആ ഭൂരിപക്ഷം, ആ വിജയത്തിന്റെ ആത്മവിശ്വാസം ഇപ്പോഴും UDF-നെ സംബന്ധിച്ചിടത്തോളം കൂടെയുണ്ട് എന്നുള്ളൊരു സാഹചര്യം അപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട എന്തെല്ലാം വിഷയങ്ങൾ മണ്ഡലത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇത്തവണ? അപർണ, നേരത്തെ UDF-ന്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ഇടതുമുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിൽ അവർ ഒരു കണക്കെടുക്കുമ്പോൾ, ജയിക്കുമെന്ന് ഉറപ്പുള്ള കണക്കെടുക്കുമ്പോൾ അതിൽ ആദ്യം വരുന്ന പേരിൽ ഒന്ന് ആറ്റിങ്ങലായിരുന്നു. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ. കാരണം ഇടത് കോട്ടയാണ്, ഇടതുമുന്നണിക്ക് എക്കാലത്തും വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അടിസ്ഥാന നിരവിഭാഗങ്ങൾ, കയർ തൊഴിലാളികൾ മുതൽ കശുവണ്ടി തൊഴിലാളികൾ വരെ ഒരു ചെറിയ ഭാഗം, അങ്ങനെ മലയോര മേഖല, എല്ലാ തലത്തിലും മത്സ്യത്തൊഴിലാളി മേഖലയുണ്ട്. പടർന്നു കിടക്കുന്ന ഒരു മണ്ഡലം. അവിടെ ഇടതുമുന്നണിക്ക് CPM-ന് വലിയ സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെയാണ് കഴിഞ്ഞ തവണ അവരുടെ സിറ്റിംഗ് MP സമ്പത്തിന് അടിപതറിയത്. അവിടെയാണ് അടൂർ പ്രകാശ് എന്ന കോന്നിയിൽ നിന്ന് വന്ന നേതാവ്, ഒരു MLA ഇവിടെ വന്ന് ആ മണ്ഡലം പിടിച്ചെടുത്തത്. അത് തിരിച്ചുപിടിക്കുക CPM ഏറ്റവും അപർണ ചോദിച്ചതുപോലെ അഭിമാനകരമായ കാര്യമാണ്. ആറ്റിങ്ങലും ആലത്തൂരും കാസർഗോഡും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും വിജയിക്കുമെന്ന് CPM കണക്കൂട്ടുന്ന മണ്ഡലങ്ങളാണ്. അവിടെയാണ് ആറ്റിങ്ങൽ തിരിച്ചുപിടിക്കാൻ തിരുവനന്തപുരത്ത് അവരുടെ ഏറ്റവും ശക്തനായ നേതാവിനെ, തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയെ, വർക്കല MLA രംഗത്തിറക്കി CPM പോരാടുന്നത്. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ജോയി അവിടെ മത്സരിപ്പിക്കുന്നത്. അപ്പോഴും അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ. അതിന് കാരണം അടൂർ പ്രകാശ് എന്ന കോന്നിയിൽ നിന്ന് വന്ന് ആറ്റിങ്ങൽ പിടിച്ചെടുത്ത കോൺഗ്രസിലെ ഏറ്റവും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും തന്ത്രശാലിയായ നേതാക്കളിൽ ഒരാളാണ് അടൂർ പ്രകാശ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നീക്കം, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥം തന്നെ വളരെ രസകരമായി, അല്ലെങ്കിൽ വളരെ കൃത്യമായി അവിടുത്തെ വോട്ടുകൾ കണക്ക് കൂട്ടി, കള്ള വോട്ടുകൾ മുഴുവൻ, ഇരട്ട വോട്ടുകൾ മുഴുവൻ മാറ്റി, അങ്ങനെ കൃത്യമായി വോട്ടുകൾ ചേർത്ത് ആ രീതിയിലാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് അവിടെ മത്സരിച്ച് ജയിച്ചത്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് ഇപ്പോഴും സിറ്റിംഗ് MP എന്ന നിലയിൽ തൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വോട്ട് തേടുന്നു. അവിടെ പ്രതിപക്ഷത്തിന്, എതിർവശത്തിന്, ഇടതുമുന്നണിക്കും BJP-ക്കും ഒക്കെ മറുപടിയുണ്ട്, വിമർശനങ്ങളുണ്ട്. മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളാണ് അടൂർ പ്രകാശ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, അടൂർ പ്രകാശ് കൃത്യമായി തൻ്റെ വികസന നേട്ടങ്ങൾക്ക് തന്നെ വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും രണ്ട് ശക്തരായ സ്ഥാനാർത്ഥികൾ, അവിടെ ഒട്ടും ശക്തി കുറയാത്ത, അവിടെ ഒട്ടും മോശക്കാരനല്ലാത്ത, എന്നാൽ അതിശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് ഇത്തവണ BJP-യും രംഗത്തിറക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ രണ്ട് സ്ഥാനാർത്ഥികളേക്കാൾ വളരെ മുമ്പ് പ്രചരണം തുടങ്ങിയത് BJP-യുടെ സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ്. അദ്ദേഹം 2 വർഷത്തോളമായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ തവണ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച ശേഷം അദ്ദേഹം ആറ്റിങ്ങലിലേക്ക് അദ്ദേഹത്തിന്റെ പൂർണ്ണ ശ്രദ്ധ മാറ്റിയിരുന്നു. വലിയ രീതിയിലൂടെ BJP-ക്ക് രാഷ്ട്രീയ വളർച്ച ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായെന്നവർ കരുതുന്നു. അതിൽ വസ്തുതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിലും അതിശക്തമായ പോരാട്ടമാണ്. സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ പോരാട്ടത്തിൽ 5 മണ്ഡലങ്ങളിൽ ഒന്നെടുത്താൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തിന് പുറമെ ആറ്റിങ്ങൽ കൂടി അതിൽ വരുമെന്നും ഉറപ്പാണ്. അവിടെ നിരവധി വിഷയങ്ങളുണ്ട്. അവിടുത്തെ ആറ്റിങ്ങൽ ബൈപ്പാസിന്റെ വികസനം അടക്കമുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയായതാണ്. അതിൽ MP ഒന്നും ചെയ്തിരുന്ന വിമർശനം UDF-ഉം അതുപോലെ BJP-യും അതുപോലെ CPM നേതൃത്വവും LDF ഒക്കെ ഉന്നയിച്ചതാണ്. ആ വിഷയങ്ങളുണ്ട്. മലയോര മേഖലയാണ്, നിരവധി അടിസ്ഥാന പ്രശ്നങ്ങൾ ജനങ്ങൾക്കുണ്ട്. കയർ തൊഴിലാളി മേഖല പല ഭാഗങ്ങളിലുമുണ്ട്. അവിടെ അവരുടെ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ വളരെ വലിയ ഒരു ലോക്സഭാ മണ്ഡലം, വലിയ നിരവധി വിഷയങ്ങളുള്ളൊരു മണ്ഡലം. അവിടെ അതിശക്തമായ അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം. തീർച്ചയായിട്ടും 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയായി ആറ്റിങ്ങൽ മാറുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളുടെ അടക്കം സാന്നിധ്യം വരും ദിവസങ്ങളിലുള്ള പ്രചാരണത്തിന് സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് 3 രാഷ്ട്രീയ മുന്നണികളും.